ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ ഒരു ഇഫ്താർ വീഡിയോ ആണ് കേട്ടോ. വേറെ എവിടെയല്ല, എൻ്റെ വീട്ടിലാണ് നടക്കുന്നത്. അപ്പോൾ മൂത്തച്ഛൻ്റെ കുട്ടികളൊക്കെ കൂട്ടിക്കാണ്ട് ഒരു ചെറിയൊരു നോമ്പുതുറ നടത്താൻ തീരുമാനിച്ചാണ്. അപ്പോൾ വാട്ടർ മെലണൊക്കെ കട്ട് ചെയ്താണ്ട് ഇത് ഫ്രിഡ്ജിലേക്ക് കയറ്റാൻ നിൽക്കുകയാണ്. അതുപോലെ ഹസ്ബൻഡ് കടയിൽ നിന്ന് കൊടുന്ന സാധനങ്ങളാണ്. ഇന്നലെ കുറച്ച് കൊടുന്നതിന് അതിൻ്റെ ബാക്കി കൊടുന്നതിന് എന്തൊക്കെ നമുക്ക് നോക്കാം. കസ്റ്റേർഡ് പൗഡറാണ്. കുറച്ച് കസ്റ്റേർഡ് ഇൻഷാല്ലാക്കണം കരുതുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പൗഡറാണ്. പിന്നെ ചപ്പും പുതിനയിലയും പിന്നെ ഇപ്പം എന്താ കസ്റ്റേർഡൊക്കെയുള്ള ചെറിയൊരു മിൽക്ക് മേഡ് കേട്ടോ. പിന്നൊരു ചെറിയ ലെമണിൻ്റെ പിക്കിള്, തൈരുണ്ട് മിൽമൻ്റെ, പിന്നെ പഞ്ചസാര പറഞ്ഞതിന്, ഇനി ക്യാരറ്റ് 2 ക്യാരറ്റ് പറഞ്ഞതേന് കേട്ടോ. കുറേ വേണ്ടല്ലോ, ബിരിയാണിക്കും തൈരിക്കും അല്ലേ. ഒരു കുറച്ച് വലിയൊരു ക്യാരറ്റ് വീട്ടിലുണ്ട്, എൻ്റെ അടുത്ത ഫ്രിഡ്ജിലുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതും കുറച്ചൊക്കെ ഉണ്ട്, കമ്മിളിക്ക് പറഞ്ഞ കുട്ടികളും ഒക്കെയാണ് ഉള്ളത്. പിന്നെ ഞങ്ങളും കൂടി കണ്ട് അങ്ങനെ ചെറിയൊരു നോമ്പുതുറ നടത്തണം കരുതുന്നുണ്ട്. പിന്നെ ഇൻഷാല്ലാ ബിരിയാണി വെക്കണം. പിന്നെ ബാക്കിയുള്ള പൊരിക്കടികളൊക്കെ ഹസ്ബൻഡ് കൊണ്ടുവരാൻ പറഞ്ഞേക്കണം. പിന്നെ ഗായ്സ്, ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള വല്യുള്ളിയും തക്കാളിയും ഒക്കെ കൊടുന്നതാണിത് കേട്ടോ. ഇതൊക്കെ ഇന്നലെ കൊടുന്നേന്. അപ്പോൾ ഈ ഉരുളങ്കിഴങ്ങ് എന്തിനാണെന്ന് വെച്ചാൽ കടലറ്റ് ഉണ്ടാക്കാമെന്ന് കരുതിക്കാണ്ട് കൊണ്ടുവരാൻ പറഞ്ഞതാണ്, ഉണ്ടാക്കണം കരുതിയേന്. അപ്പോൾ പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഒക്കെ പഠനം കൊണ്ട് കഴിയൂല, അപ്പോൾ നമുക്ക് കടലറ്റ് ഇപ്പോൾ തനിക്കെല്ലാം വേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരി തന്നെയാണ്, എനിക്ക് ബിരിയാണി തന്നെ ഉണ്ടാക്കും അത്യാവശ്യം വെക്കാൻ. അപ്പോൾ ബിരിയാണിയും ജ്യൂസൊക്കെ ഉണ്ടാക്കണ്ടേ, അങ്ങനെ കൊടുന്നതാണ്. ഇത് നമുക്ക് ആവശ്യം തന്നെയാണ്, കറിക്കും എല്ലേക്കും ഉരുളങ്കിഴങ്ങ് നല്ല ആവശ്യമുള്ള സാധനം തന്നെയാണ്. പിന്നെ പച്ചമുളകുണ്ട്, ആവശ്യത്തിനനുസരിച്ച് ഇടാം. പിന്നെ വേറൊരു കാര്യം ഗായ്സ്, കസ്റ്റേർഡ് ഉണ്ടാക്കാനുള്ള മിൽക്ക് മേഡും അതുപോലെ കസ്റ്റേർഡ് പൗഡറും ഇത് 2 സെറ്റാണ്. പക്ഷേ പാലുണ്ടാ മൂപ്പര് മറന്ന്. ഇനിയിപ്പോൾ എപ്പോൾ കിട്ടും കരുതിയിട്ട് ഹസ്ബൻഡിന് കടയാണ്, അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ്. പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ മൂപ്പര് ഉച്ചക്ക് വരിക. അപ്പോൾ ആ ടൈമിൽ കൊണ്ടുവന്നിട്ട് ഇനി ഉണ്ടാക്കി സെറ്റാകുമെന്നൊന്നും അറിയില്ല. ഏതായാലും ഇനി കൊണ്ടുവരട്ടെ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അത് മാത്രം മറന്ന് ഞാനും തന്നെ അതുവരെ അവിടെ ഉണ്ട്. ഇനി എന്താക്കെ ചോദിച്ചു നിന്നീന്. പോയി കഴിഞ്ഞതിന് ശേഷമാണ് പാലില്ലാത്ത ഞാൻ അറിയണത്. ഏതായാലും ഇനി പാല് കൊണ്ടുവരട്ടെ. അങ്ങനെ ഗായ്സ്, നമുക്ക് പാല് കിട്ടിക്കണം കേട്ടോ. ഹസ്ബൻഡ് ഇപ്പോൾ കുറച്ച് മുമ്പ് വന്നപ്പോൾ പാലൊക്കെ കൊണ്ടുവന്നേന് മിൽമൻ്റെ. അപ്പോൾ അവിടെ തിളക്കാൻ വെച്ചേക്കണേ, തിളപ്പിച്ചാൻ വെച്ചേക്കണേ പാലൊക്കെ. അപ്പോൾ ചപ്പും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് പുറത്ത് കൊടുക്കുക. അപ്പോൾ പാല് തിളച്ചിക്കണം കേട്ടോ. കസ്റ്റേർഡ് പൊട്ടിച്ചിന് കേട്ടോ. കസ്റ്റേർഡ് പൊട്ടിച്ചക്കാണ്ട് അതിൻ്റെ പൗഡർ. അപ്പോൾ കുറച്ച് പാല് മാറ്റി വെച്ചിന്. പാലിക്ക് കസ്റ്റേർഡ് പൊടി കുറച്ചിട്ട് കൊടുത്തു കേട്ടോ. ഒരു 3 സ്പൂണോളം ഇട്ടിട്ട്. അപ്പോൾ ഇനി ഇത് പാല് തിളക്കണേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കട്ടൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പാൽ അത്യാവശ്യം തിളച്ചിക്കണമല്ലോ. ഈ തുടരെ ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇളക്കി അത്യാവശ്യം കുറുക്കിയാണ്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം. പിന്നെ ഫ്രിഡ്ജ് വെച്ചാണ്ട് തണുപ്പിച്ചാണ്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ അതിൽ ചേർത്താൽ നോമ്പ് തുറക്കണേക്ക് നല്ല ഉഷാറേക്ക് നല്ല ടേസ്റ്റ് വയ്ക്കാനും. ഈ ചൂടത്തും നോമ്പൊക്കെ തുറക്കുന്ന ടൈമിലുള്ള തണുത്ത കസ്റ്റേർഡ് കുടിക്കാൻ നല്ല ടേസ്റ്റ് വയ്ക്കാനും. ഈ കസ്റ്റേർഡിന് വാനിലൻ്റെ ഫ്ലേവറാണ് കേട്ടോ. നല്ല ഫ്ലേവർ ഉണ്ട്. നമുക്കിതൊന്ന് കുറുക്കിയെടുത്താൽ മതി. പിന്നെ വല്യുള്ളിയൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഹസ്ബൻഡ്. മൂപ്പര് വന്നപ്പോൾ വല്യുള്ളിയും തക്കാളിയൊക്കെ ബിരിയാണിക്കുള്ളൊക്കെ കട്ട് ചെയ്ത് തന്നിക്കണം. ഇനി വെളുത്തുള്ളിയൊക്കെ മൂപ്പര് അവിടുന്ന്
പുറത്തുനിന്ന് നന്നാക്കി കൊണ്ടുവരും. അപ്പോൾ പിന്നെ പണികളൊക്കെ അതുകൊണ്ട് എളുപ്പമായി. ഏകദേശമൊക്കെ കുറുകിയിട്ടുണ്ട് കേട്ടോ, കുറച്ചൊക്കെ കുറുകിക്കണ്. നമുക്കത് കുറച്ചും കൂടിയും കുറുകിയിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും പാടും ടേസ്റ്റ് ഉണ്ടാവും. പഞ്ചസാര ഞാൻ ആദ്യം കുറച്ച് ചേർത്തിന്. തീയൊന്ന് കുറച്ച് കുറക്കട്ടെ കേട്ടോ. അങ്ങനെ ഗൈസ് കസ്റ്റേർഡൊക്കെ സെറ്റ് ആയിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ക്യാമറ പെട്ടെന്ന് എററായിക്കാണ്ട് എനിക്ക് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിക്കണ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല. ഫോണൊക്കെ പറ്റത്തല്ലേ പൊളിയിക്കണം. അപ്പോൾ ഞാൻ അയച്ചങ്ങനെ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഓണാക്കിയപ്പോൾ ക്യാമറ കിട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ ഗരം മസാല പൊടിച്ചെടുക്കാം കേട്ടോ, ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങി ഇങ്ങനെ. അപ്പോൾ ഇതിൽ കുറച്ചേ ഉള്ളൂ ഏലക്കായൊക്കെ. അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് ഏലക്കായൊക്കെ കൂട്ടിക്കാണ്ട് മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ബേ ലീഫ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉമ്മച്ചി എനിക്ക് കൊടുന്നു തന്നതാണ് കേട്ടോ. കറുകാപ്പട്ടൻ്റെ ഇല ഉണക്കിക്കാണ്ട് അതാണ് നമ്മൾ ബേ ലീഫ് എന്ന് പറയണത്. അപ്പോൾ ഇതൊക്കെ കൂട്ടിക്കാണ്ടൊന്ന് പൊടിച്ചെടുക്കാം. കുറച്ചൊക്കെ ഒഴിച്ചോളി, ഉള്ളിയൊക്കെ ശരിക്കും വാടണ്ടേ. കാണണമെങ്കിൽ സ്റ്റൂൾ വെച്ച് കയറി നോക്കേണ്ടി വരും. എനിക്കെന്താ വേണ്ടി പൊറാട്ടെ? ചെമ്പ് ചൂടായിക്കണ്, ഇനി ഉള്ളിടാം. കുറച്ച് കിട്ടുള്ളൂ, വാടട്ടെ. മതിയോ? മതി. വലിയ അടുപ്പ് നമുക്ക് മുതലാകണ്ടേ. ഉള്ളി പൊരിച്ചാൻ വേണ്ടിയിട്ടുള്ള ചട്ടി വെച്ചതാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയൊക്കെ ഒന്ന് ബിരിയാണിക്കൾ പൊരിച്ചെടുക്കാൻ വേണ്ടി. ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒപ്പിക്കണത്. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു കേട്ടോ. ഉള്ളിയൊക്കെ അത്യാവശ്യം വാടിക്കണെല്ലാം കത്തിയിട്ട്. അപ്പത്തിന് ഇവിടെ ഗ്യാസുമ്മ കത്തി. നോമ്പല്ലെങ്കിൽ ഓരോന്ന് തിന്നേനും ഇല്ലാണ്ട് ഇവർക്ക്. അങ്ങനെ ഗൈസ് ഉള്ളി ഏകദേശം പൊരിഞ്ഞ് വരുന്നുകൊണ്ടിരിക്കുന്നു. അണ്ടിയും മുന്തിരിയൊക്കെ പൊരിച്ചെടുത്തു. നിഷുക്കുട്ടൻ വന്നിരിക്കുന്നു. ഐ ഇഞ്ചി ബാക്കിയല്ലേ, ഭയങ്കര ആവിയാണല്ലോ. അയക്ക് കാണണമെങ്കിൽ അടി പിടിച്ചുണ്ടോ? ഞാൻ നോക്കി അയക്ക് കാണി. ഇപ്പൊ സ്റ്റൂള് വെച്ച് കയറന്നെ വേണ്ടി വരും. നല്ലോണം കത്തലില്ലേ? നല്ല കത്തലെത്തണില്ലേ? പറയുമ്പോ ഈ അടുപ്പുണ്ടാക്കിയിട്ട് രണ്ടാമത് തവണയാ കത്തിച്ചത്.
മതിയോ മഞ്ഞള്? മല്ലി നല്ല പുതിയ മല്ലി എടുത്താൽ മതി. കാശ്മീരി നാറുള്ളൂ, എരിവില്ല. ഞാൻ ആൾക്കണ്ടേ ചിക്കൻ മസാല. കളറൊക്കെ ഉണ്ട്, നോക്കട്ടെ. അല്ല കണ്ടില്ലേ, ആരെങ്കിലും ഇങ്ങനെ ബിരിയാണി വെച്ചേക്കണോ? മുകളിലൊക്കെ സ്റ്റൂളുമ്മ കയറി കണ്ട്. ഞങ്ങൾ അടുപ്പ് നല്ല ഹൈറ്റ് ആയതുകൊണ്ട് ചെമ്പാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റൂളുമ്മൊക്കെ കയറണല്ലേ. അതിക്ക് ഞങ്ങൾ വല്ലാതെ വലുപ്പമില്ലാത്ത ഞങ്ങളും അതിക്ക് വല്ല ഹൈറ്റ് ഇല്ലാത്ത ഞങ്ങളും. കയറുന്നാണ് ബിരിയാണി ഉണ്ടാക്കി വൈറലാക്കുക. ലോകത്തിൽ ആദ്യമായിട്ടുള്ളൊരു അത്ഭുതമാണിത്, കയറി നിന്ന് കണ്ട് ബിരിയാണി എടുക്കണേ. ക്ലിയർ പോയി. അയ്യോ, യൂട്യൂബിലായിരുന്നു കുട്ടികൾ. ഞങ്ങളാണ് ഗസ്റ്റ് എന്ന് പറയും. ഈ കുട്ടി യൂട്യൂബിൽ നിന്ന് വരാൻ വേണ്ടി മാറ്റിയിരിക്കുന്നതാണ്. സമൂസ. അപ്പൊ ഗായ്സ് ഫുഡൊക്കെ സെറ്റായി, ദമ്മൊക്കെ ഇട്ടോ. വലിയൊരു അണ്ടാവിലാണ് ജ്യൂസ്, വലിയ അണ്ടാവില് കുറച്ച് ജ്യൂസ്. അങ്ങനെ അങ്ങനെ ചെറുതാക്കണം. ആകെ നിങ്ങൾ എന്നോട് നോക്കാന്.